ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാൻ ഇപ്പോൾ ഈ മോഡൽ കാണുന്നില്ലേ, ഫുഡ് ഡെലിവറി ജീവനക്കാരും പ്രതിസന്ധിയിലേക്കുന്നു. ഇത് കാരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് ഇപ്പോൾ എവിടെ കണ്ട് യുദ്ധമൊക്കെ നടക്കണില്ലേ, അപ്പോൾ ആ യുദ്ധം നടക്കണ കാരണം ഇവിടുത്തെ ഹോട്ടലുകളിലേക്ക് LPG അതിൻ്റെയൊക്കെ ഗ്യാസ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഷോർട്ടേജും കാര്യങ്ങളുണ്ട്. അതാണ് നമുക്കും ബുദ്ധിമുട്ടാകാൻ പോണത്. ഇപ്പം ഞാൻ തന്നെ പറയണേ, ഞാൻ കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ഇന്നലെ ജോലി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എറണാകുളത്ത് എവിടെ എങ്ങാണ്ടൊക്കെ ഹോട്ടലുകൾ ഇങ്ങനെ അടച്ചു തുടങ്ങി എന്നൊക്കെ കേട്ടായിരുന്നു. ഉള്ളതാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെ കൂടുതൽ ഹോട്ടലുകൾ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അതെ, സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ സൊമാറ്റോ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഓർഡർ കിട്ടാൻ ഇല്ലാണ്ടാവുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവാണ്. കാരണം എത്ര പേരെ ഇപ്പോൾ സ്വിഗ്ഗീനെയും സൊമാറ്റോനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നത്. അത് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഞാൻ പറയാം, ഇപ്പോൾ ഇത് എവിടെ കണ്ട് ഓഹരി കണ്ട് ഇടിഞ്ഞു അങ്ങനെ കണ്ടൊക്കെ കേട്ടായിരുന്നു. ഭക്ഷണ വിതരണക്കാർ ഭീമരായ സൊമാറ്റോ അതേപോലെ തന്നെ സ്വിഗ്ഗിയുടെ ഓൺലൈൻ ഇതൊക്കെ ഇടിഞ്ഞു എന്നോ എന്താണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം ഈ യുദ്ധം കാരണം ഇപ്പോൾ പ്രതിസന്ധി ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ കേട്ട ഇതറിവാണ്. അതായത് 25 ദിവസത്തിനുള്ളിൽ ഒരു കുറ്റി ഗ്യാസ് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെ എന്നൊക്കെ ഇന്നലെ കേട്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി ബാധിക്കും. ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇനി അവസാനത്തെ 3-ാം ലോക മഹായുദ്ധം എങ്ങാനും വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വരില്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നിലവിൽ ഈ സംഭവം ഇന്നലെ ഇപ്പോൾ അങ്കമാലി ഭാഗത്ത് ഇന്നലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അതെ, എറണാകുളത്തൊക്കെ പലയിടത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരണോടത്ത് വെച്ച് കാണാം. കാരണം എനിക്കിപ്പോൾ ആകെയുള്ളൊരു ജോലി ഇത് മാത്രമാണ്, ഫുഡ് ഡെലിവറി മാത്രമാണ് എൻ്റെ ജോലി. അപ്പോൾ അത് പോവുകയാണെങ്കിൽ വേറെ ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വരും, അത്രയാണ് കാര്യം. അങ്ങനെയൊക്കെ വരുമോ? ഈ യുദ്ധം ഒന്ന് തീർന്നു കിട്ടാൻ എന്താ വഴിയില്ലേ? അതാണ് ഇപ്പോൾ മെയിനായിട്ട് ആലോചിക്കേണ്ട ഒരു സംഭവം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭീകരമെന്നൊക്കെ നമുക്ക് ഈ ന്യൂസിലും അവിടെ നടക്കണം, യുദ്ധം നടക്കണം, അവിടെ ഒരു ബോംബിട്ടു ഇവിടെ ഒരു ബോംബിട്ടു, ഇത് മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എപ്പോഴാണ് തലയ്ക്ക് മീതെ ബോംബോ മിസൈലോ കാര്യങ്ങളോ വന്നതെന്നും വിചാരിച്ചായിരിക്കും അവന്മാർ നിൽക്കുന്നത്. കഷ്ടം. എന്തായാലും ഇവിടെ ഇന്ത്യയിലൊന്നും അത്ര ഇതില്ലാത്ത കാരണം കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ന്യൂസ് കണ്ട പോലെ തന്നെ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റൂല. അതാണ് പ്രശ്നം. അങ്ങനെയൊന്നും സംഭവിക്കാണ്ട് കേട്ടോ. കാരണം ഇത് പ്രതീക്ഷിച്ച് കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്, ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെ തന്നെ. ചിലവരൊക്കെ ഇതിൽ പാർട്ട് ടൈം ആയിട്ട്, അതായത് വെറുതെ പോക്കറ്റ് മണിക്ക് വേണ്ടി ജോലി ചെയ്യണവരുണ്ട്. അതായത് നൈറ്റ് മാത്രം വൈകുന്നേരം മാത്രം ഇറങ്ങണ കുറേ പേരുണ്ട്. അവർക്കൊന്നും ഈ ജോലി പോയാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വിഗ്ഗി മാത്രം ആശ്രയിക്കുന്ന ഒരാളാണ്. അതായത് ഫുൾ ടൈം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പോലുള്ള കുറേ പേരായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഇതൊക്കെ കിട്ടാൻ പോണത്. അതായത് ഇപ്പോൾ LPGയുടെ ക്ഷാമൊക്കെ സ്വിഗ്ഗി നിർത്തിയാലുള്ള അവസ്ഥ അതാണ്. നിർത്തിയാലുള്ള അവസ്ഥ എന്നല്ല, സ്വിഗ്ഗിയിൽ നിന്നുള്ള, അതായത് ഹോട്ടലുകളിൽ നിന്ന് സ്വിഗ്ഗി ചെയ്യാണ്ട് വരുന്ന സംഭവം, ഹോട്ടലുകൾ തുറക്കാണ്ടിരിക്കുമ്പോൾ, അതായത് സ്വിഗ്ഗിയിൽ ഓർഡർ വരാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ്. നമുക്കൊന്ന് ഓർഡർ കുറവായിരിക്കും. അതാണ് നമ്മളെപ്പോലെ സ്ഥിരമായിട്ട് ജോലി ചെയ്യണവർക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. അതായത് ഇത് യുദ്ധമൊക്കെ അവസാനിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറ്റില്ലല്ലോ. അതെ, നമുക്ക് വേറെ യുദ്ധം അവസാനിക്കണം എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മാറുമ്പോൾ മാറട്ടെ അല്ലേ.